പറയണത് ഇപ്പോഴത്തെ പെൺപിള്ളേരെ അടുത്താട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും പ്രേമം മാങ്കുലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു. 16 വർഷം മുമ്പ് ബോധവും വെളിവില്ലാത്ത പ്രായത്തോരത്തിൻ്റെ കൂടെ ഇറങ്ങി വന്നതാണ് ഞാൻ. എൻ്റെ നാട് എറണാകുളം. വന്നിട്ട് ഒരുപാട് എന്താ പറയണ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ എൻ്റെ ഉമ്മ പറയുമായിരുന്നു ഒരു ലൈഫ് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് എന്നൊക്കെ. പക്ഷെ അവരാരും എൻ്റെ അടുത്ത് മിണ്ടത്തില്ലായിരുന്നു. ഒരു അന്യജാതിക്കാരൻ്റെ കൂടെയാണ് ഞാൻ ഇറങ്ങി വന്നത്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി കേട്ടോ. കാരണം നാടും എല്ലാം വിട്ടിട്ട് ഞാൻ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് കിടന്ന് അനുഭവിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴേ എൻ്റെ പേരെന്താണെന്നറിയോ? മറ്റേ രീതിയിൽ നടക്കുന്ന പെണ്ണെന്നാട്ടോ എൻ്റെ അവരെ വീട്ടുകാരും മാത്രം പറയുന്നത്. അവരെ വീട്ടുകാരും നാട്ടുകാരും മാത്രം. കാരണം അവർ പറയുന്നതേ അവിടെ ഉള്ളവർക്ക് അറിയുള്ളൂ. പക്ഷെ ഞാൻ എന്താണെന്ന് അറിയുന്നവർക്കറിയാം. അതുകൊണ്ടാണ് പറയണ, ഈ പ്രേമത്തിൻ്റെ ബാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ജീവിതം കട്ടപ്പോകയാണ്. നമ്മൾ ആരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണോ അവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കണത്. ഒരു രണ്ട് വർഷമല്ല 3 വർഷം ആവണോട്ടോ. ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു എനിക്കത്. അതിനുശേഷമാണ് എല്ലാം ഉണ്ടായത്. ഏതോ ഒരു മന്ത്രവാദി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മായിയമ്മ പറഞ്ഞത് ഞാൻ ക്ലെയിം കിട്ടിയ പൈസ ഏതോ കാമുകന് കൊടുത്തു. പക്ഷെ ആ കാമുകൻ ആരാന്നാണ് എനിക്കറിയാത്തത്. ഇപ്പോഴും എല്ലാവരും പറയുന്നത് എനിക്ക് വേറെ എന്തോ അഫയർ ഉണ്ട് എന്നൊക്കെയാണ്. ഈ നിമിഷം വരെ എൻ്റെ മക്കളാണ് സത്യമായിട്ടും വേറൊരു രീതിയിലും ഞാൻ പോയിട്ടില്ല. ഇനി ഞാൻ പോകില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫാണ്. എനിക്കൊരു അങ്ങനെ ഒരു തുണ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇതുവരെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എന്നെ അത്രയ്ക്ക് ഇവർ നോവിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ തെറ്റൊന്നും ചെയ്യാതെ ഇരുന്നിട്ടും ഞാൻ മറ്റേ രീതിയിൽ പോണു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഞാൻ വേറെ കാണിച്ചു കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഞാൻ മരിക്കുന്നതിലൊക്കെ എന്ത് കഥയുള്ളൂ. ഞാൻ മരിച്ചത് എൻ്റെ മക്കൾ അനാഥരാവും. ഇവരാരെങ്കിലും നോക്കുമോ? ഇവരെന്നെ ഓക്കെ ഞാൻ സമ്മതിച്ചു, എൻ്റെ മക്കളെ സഹിതം വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഞാനല്ലേ എന്നെ കൊള്ളൂല എന്ന് പറഞ്ഞത്. പക്ഷെ എൻ്റെ മക്കളെന്ത് തെറ്റാ ചെയ്തത്? ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന മക്കളല്ലല്ലോ. അവിടെ പറയണ പ്രേമത്തിലൊന്നും പോയി ചാടല്ലേ മക്കളെ. കാരണം ജീവിതം കട്ടപ്പുകയായി പോകും. ആണെന്ന് വർഗത്തിനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോണതാണ്. പെൺപിള്ളേർ മിക്കതും പേടിച്ച് കല്യാണമേ കഴിക്കാത്ത ഇമാതിരി കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഈ അമ്മായിമ്മമാരോ അല്ലെങ്കിൽ ആരും ചിന്തിക്കുന്നില്ല അവർക്കും പെൺമക്കളുണ്ട് എന്ന്. പോലെ ആ മക്കളെ മാത്രം അമ്മമാർ പ്രസവിച്ചത് അവരെ മക്കളെ മാത്രം. ബാക്കി